السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله صلى الله وسلم عليه وعلى آله وأصحابه أجمعين. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. اللهم إنا نسألك العفو والعافية. اللهم إنا نسألك المعافاة في الدنيا والآخرة. اللهم عافنا وعاف آباءنا وعاف أمهاتنا وعاف إخواننا وعاف أخواتنا وعاف أبناءنا وعاف بناتنا. اللهم احفظنا بالإسلام قائمين، واحفظنا بالإسلام قاعدين، واحفظنا بالإسلام راقدين، ولا تشمت بنا عدوا ولا حاسدا. اللهم إنا نسألك من كل خير خزائنه بيدك، ونعوذ بك من كل شر خزائنه بيدك. أما بعد. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ റബ്ബിൻ്റെ അവൻ്റെ പേരുകൾ വിശദീകരിക്കുന്ന ഈ ദർസുകൾ ഒരിടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പേരുകളും അവൻ്റെ വിശേഷണങ്ങളും പഠിക്കുക എന്നതുപോലെ ശ്രേഷ്ഠമായ മറ്റൊരു വിജ്ഞാനവുമില്ല. കാരണം അള്ളാഹുവിനേക്കാൾ മഹത്വമുള്ള ആരുമില്ല. അതുകൊണ്ട് അവനെക്കുറിച്ച് പഠിക്കുക എന്നതിനേക്കാൾ മഹത്വമേറിയ വേറെ ഒരു കാര്യവുമില്ല. ഒരുവൻ അള്ളാഹുവിനെ യഥാവിധി സ്നേഹിക്കുന്നവനാകാൻ, അള്ളാഹുവിനെ യഥാവിധി ഭയപ്പെടുന്നവനാകാൻ, അള്ളാഹുവിനെ യഥാവിധി പ്രതീക്ഷിക്കുന്നവനാകാൻ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചേ തീരൂ. റബ്ബിനെ കുറിച്ച് അറിയാത്തവൻ മറ്റെന്തറിഞ്ഞിട്ടും കാര്യമില്ല. അള്ളാഹുവിനെ കുറിച്ച് ഒരുവൻ അറിഞ്ഞാൽ, റബ്ബിനെ കുറിച്ച് അവൻ പഠിച്ചാൽ, അത് അവൻ്റെ ജീവിതം ഒന്നാകെ മാറ്റിമറിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് ഏറ്റവും നന്നായി പഠിക്കാനും അതിൻ്റെ ഏറ്റവും നല്ല മാറ്റങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാനും എനിക്കും നിങ്ങൾക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. റബ്ബിൻ്റെ പേരുകളിൽ ഇന്ന് ഇൻഷാ അള്ളാഹ് ആദ്യം നമ്മൾ വിശദീകരിക്കുന്ന പേര് അൽ മുഹ്സിൻ എന്ന അള്ളാഹുവിൻ്റെ പേരാണ്. റബ്ബിൻ്റെ അൽ മുഹ്സിൻ എന്ന പേര് പരിശുദ്ധ ഖുർആനിൽ പേരായി പരാമർശിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ ഹദീസുകളിൽ, പ്രധാനപ്പെട്ട 3 ഹദീസുകളിൽ ഇത് അള്ളാഹുവിൻ്റെ പേരായി തന്നെ വന്നത് നമുക്ക് കാണാം. അതിലൊന്ന് ഇങ്ങനെയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഇദാ ഹകംതും ഫഅദിലു വഇദാ ഖതൽതും ഫഅഹ്സിനു ഫഇന്ന അല്ലാഹ മുഹ്സിനുൻ യുഹിബ്ബുൽ മുഹ്സിനീൻ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഇദാ ഹകംതും ഫഅദിലു, നിങ്ങൾ വിധി പറയുകയാണെങ്കിൽ, ഫഅദിലു, നീതി പാലിക്കുക. വഇദാ ഖതൽതും, നിങ്ങൾ കൊലപ്പെടുത്തുകയാണെങ്കിൽ, ഫഅഹ്സിനു, നിങ്ങളത് ഇഹ്സാനോടെ നിർവഹിക്കുക. ഫഇന്ന അല്ലാഹ മുഹ്സിൻ, അല്ലാഹു മുഹ്സിനാൻ, യുഹിബ്ബുൽ മുഹ്സിനീൻ, അവൻ മുഹ്സിനുകളെ ഇഷ്ടപ്പെടുന്നു. മുഹ്സിൻ എന്നാൽ നന്മ ചെയ്യുന്നവൻ, നല്ല രൂപത്തിൽ ചെയ്യുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹുവിൻ്റെ അതിമഹത്തായ ഔദാര്യവും അവൻ്റെ അനുഗ്രഹവും അവൻ്റെ ഔദാര്യവും അവൻ്റെ അടിമകൾക്ക് നൽകിയ കണക്കില്ലാത്ത അനുഗ്രഹങ്ങളും എല്ലാം അവൻ്റെ ഇഹ്സാനാണ്, അള്ളാഹുവിൻ്റെ നന്മയാണ്. അള്ളാഹു നമുക്ക് നൽകിയ നന്മകളാണ്. അവൻ മുഹ്സിനാണ്, അവൻ അനുഗ്രഹങ്ങൾ വാരിച്ചൊരിയുന്നവനാണ്, അവൻ അനുഗ്രഹങ്ങളേറെ നൽകുന്നവനാണ്, അവൻ അത്യുദാരനാണ്,
അവൻ്റെ പടപ്പുകളിൽ ഒരൊറ്റ പടപ്പ് പോലും അള്ളാഹുവിൻ്റെ ഇഹ്സാൻ ലഭിക്കാത്ത ഒരു പടപ്പായില്ല. സകല സൃഷ്ടികൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല നന്മ ചെയ്തിരിക്കുന്നു. ആ നന്മ ചെയ്യുന്നവൻ എന്നാണ് മുഹ്സിൻ എന്ന് പറഞ്ഞാൽ അർത്ഥം. അതുപോലെ ഒരു കാര്യം ഏറ്റവും നന്നായി കൃത്യതയോടെ ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കുക എന്നതിന് ഇഹ്സാൻ എന്ന് പറയും. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, മുഹാജിറുകളെയും അൻസാറുകളെയും കുറിച്ച് പറഞ്ഞ പരിശുദ്ധ ഖുർആനിലെ 2 ആയത്തുകളുണ്ടല്ലോ. മഹാന്മാരായ സഹാബിമാരെ കുറിച്ച് പറഞ്ഞ സൂറത്തു അൽ ഹഷ്റിലെ 2 ആയത്തുകൾ, ലിൽ ഫുഖറാഇൽ മുഹാജിരീന എന്ന് തുടങ്ങുന്ന ഒരായത്ത്, തൊട്ടടുത്ത് വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാൻ എന്ന് പറഞ്ഞ ആയത്ത്. ഒന്നാമത്തെ ആയത്ത് മുഹാജിറുകളെ കുറിച്ചാണ്, മദീനയിലേക്ക് ഹിജറ പോയ സഹാബത്തിനെ കുറിച്ച്. അവരാണ് സഹാബത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ. രണ്ടാമത്തേത് മദീനയിലുള്ള അവിടേക്ക് ഹിജറ വന്ന സഹാബിമാരെ സ്വീകരിച്ച അൻസാറുകളെ കുറിച്ചുള്ള ആയത്താണ്. അവരാണ് മുഹാജിറുകൾക്ക് ശേഷം ഉന്നതമായ പദവിയിൽ നിൽക്കുന്നവർ. ആ മുഹാജിറുകളും അൻസാറുകളുമായ സഹാബിമാരെ പോലെ ശ്രേഷ്ഠതയുള്ള ഒരാളും ദുനിയാവിലില്ല നബിമാർ കഴിഞ്ഞാൽ, ഇനി ഒട്ടുണ്ടാവുകയുമില്ല. മുഹാജിറുകളും അൻസാറുകളുമാകുന്ന സഹാബത്താണ് അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ നബിമാർ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠർ. എല്ലാ നബിമാരുടെ സഹാബത്തിനേക്കാളും ശ്രേഷ്ഠർ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്താണ്. ആ 2 കൂട്ടരെ, സഹാബിമാരിൽ മുഹാജിറുകളെയും അൻസാറുകളെയും പരാമർശിച്ച ശേഷം തൊട്ടടുത്ത ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വല്ലദീന ജാഉ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്നവർ, യഖൂലൂന റബ്ബന ഇഗ്ഫിർ ലനാ, അവർ പ്രാർത്ഥിക്കുന്നു, റബ്ബന ഇഗ്ഫിർ ലനാ, അള്ളാഹു ഇനി ഞങ്ങൾക്ക് പുറത്തു തരണം, വലി ഇഖ്വാനിന അല്ലദീന സബഖൂന ബിൽ ഈമാൻ, ഈമാനുമായി നമ്മെക്കാൾ മുൻകടന്നു പോയവർക്കും, വലാ തജ്അൽ ഫീ ഖുലൂബിന ഗില്ലൻ ലില്ലദീന ആമനു റബ്ബന ഇന്നക റഊഫുർ റഹീം, അള്ളാഹു മുഅ്മിനുകളെ കുറിച്ച് നീ ഞങ്ങളുടെ മനസ്സിൽ ഒരു വിദ്വേഷവും ഉണ്ടാക്കരുത്, നീ റഊഫാണ്, റഹീമാണ്, നീ ഏറെ ദയയുള്ളവനാണ്, ഏറെ കരുണ ചൊരിയുന്നവനാണ്. നോക്കൂ, സൂറത്തു തൗബയിൽ അള്ളാഹു പറഞ്ഞത്, والسابقون الأولون من المهاجرين والأنصار والذين اتبعوهم بإحسان, മുഹാജിറുകളും അൻസാറുകളുമാകുന്ന ഈ ദീനിലേക്ക് ആദ്യം കടന്നു വന്നവർ, والذين اتبعوهم بإحسان, അവരെ ഇഹ്സാനോടെ പിൻപറ്റിയവരും, റളിയല്ലാഹു അൻഹും വറദു അൻഹു, അള്ളാഹുവിനെ അവർ തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെട്ടിരിക്കുന്നു, അവർക്ക് അള്ളാഹു സ്വർഗം ഒരുക്കി വെച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞു നോക്കൂ, വല്ലദീന തബഉഹും ബിഇഹ്സാൻ, ആ മുൻകഴിഞ്ഞവരെ ഇഹ്സാനോടെ പിൻപറ്റിയവർ. പണ്ഡിതന്മാർ അതിന് വിശദീകരിച്ചത് കാണാം, വല്ലദീന തബഉഹും ബിഇഹ്സാൻ എന്നാൽ വല്ലദീന തബഉഹും ബിഇത്ഖാൻ, അവരെ ഏറ്റവും കൃത്യമായി പിൻപറ്റിയവർ, ഏറ്റവും ശരിയായ രൂപത്തിൽ പിൻപറ്റിയവർ. അപ്പോൾ നോക്കൊരു കാര്യം ഏറ്റവും ഭംഗിയായി കൃത്യമായി ചെയ്യുന്നതിന് ഇഹ്സാൻ എന്ന് പറയും. അള്ളാഹു റബ്ബുൽ ആലമീൻ മുഹ്സിനാണ് ഈ അർത്ഥത്തിലെല്ലാം. അവൻ ഏറ്റവും നന്നായി ചെയ്യുന്നവനാണ്, അവൻ മുഹ്സിനാണ്, അവൻ ഇഹ്സാൻ ഇഷ്ടപ്പെടുന്നു. അതാണ് ഈ ഹദീസിൽ നമ്മൾ പറഞ്ഞ ഹദീസിലുള്ളത്. അതൊന്നുകൂടി ശ്രദ്ധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ഹകംതും ഫഅദിലു, നിങ്ങൾ വിധി പറയുകയാണെങ്കിൽ നീതി പാലിക്കുക. വഇദാ ഖതൽതും ഫഅഹ്സിനു, നിങ്ങൾ കൊല നടത്തിയാൽ ഇഹ്സാനോടെ പ്രവർത്തിക്കുക. മൃഗങ്ങളെ അറുത്ത് അതിനെ കൊലപ്പെടുത്തേണ്ടി വരും ചില സന്ദർഭത്തിൽ. അതുപോലെ യുദ്ധമുഖത്ത് കൊലകളുണ്ട്, എന്നാൽ അതിൽ പോലും മുസ്ലിമീങ്ങൾ ഇഹ്സാൻ പാലിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ്. മൃതദേഹങ്ങൾ അത് ചിത്രവധം നടത്തുക, അതിൻ്റെ മുഖവും മറ്റും കേടുവരുത്തുക പോലുള്ള പ്രവർത്തനങ്ങൾ മുസ്ലിമീങ്ങളോട് വിലക്കപ്പെട്ടിട്ടുള്ളതാണ്. അവിടെ പോലും നോക്കൂ, മറ്റൊരു ഹദീസ്, ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഈ ഹദീസിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ കുറിച്ച് മുഹ്സിൻ എന്ന പേര് പരാമർശിച്ചിരിക്കുന്നു. ഈ സഹാബി പറയുകയാണ്, ഷദ്ദാദ് ബിൻ ഔസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹഫിദ്തു മിൻ റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്നതൈൻ, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിൽ നിന്ന് 2 കാര്യങ്ങൾ മനഃപ്പാഠമാക്കിയിരിക്കുന്നു. ഇന്നല്ലാഹ മുഹ്സിനുൻ യുഹിബ്ബുൽ ഇഹ്സാന ഇലാ കുല്ലി ഷൈ, അല്ലാഹു മുഹ്സിനാൻ, അവൻ ഏത് കാര്യത്തിലും ഏത് സംഗതിയോടും അവൻ ഇഹ്സാൻ ഇഷ്ടപ്പെടുന്നു. നീ ഒരു കാര്യം
നന്നായി ചെയ്യുക അള്ളാഹുവിന് ഇഷ്ടമാണ്. അവൻ ഏറ്റവും നന്നായി ചെയ്യുന്നവനാണ്. നീ ഒരു ജോലി ചെയ്യുകയാണ്, അത് വൃത്തിയായി ചെയ്യുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. മനസ്സിലായില്ലേ? നീ ഒരു കാര്യം പ്രവർത്തിക്കുന്നു, അത് ഭംഗിയിൽ ചെയ്യുക, നല്ല രൂപത്തിൽ ചെയ്യുക എന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. വഇദാ ഖതൽതും ഫഅഹ്സിനുൽ ഖിത്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ കൊലപ്പെടുത്തുകയാണെങ്കിൽ അത് ഇഹ്സാനോടെയാവുക, ഏറ്റവും നല്ല രൂപത്തിലാവുക. വഇദാ ദബഹ്തും ഫഅഹ്സിനു അദ്ദബ്ഹ്, നിങ്ങൾ അറവ് നടത്തുകയാണെങ്കിൽ അത് ഏറ്റവും നന്നായി അറവ് നടത്തുക. വൽയുഹിദ്ദ അഹദുക്കും ശഫറതഹ വൽയുരിഹ് ദബീഹതഹ, ഒരാൾ അറവ് നടത്തുമ്പോൾ തൻ്റെ കത്തിയുടെ മൂർച്ച കൂട്ടട്ടെ, അവൻ തൻ്റെ അറവ് മൃഗത്തിന് ആശ്വാസം നൽകട്ടെ. ഈ ഹദീസ് മറ്റു ചില രൂപത്തിൽ ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ കൂടി വന്നിട്ടുള്ളതാണ്. മുഹ്സിൻ എന്ന അള്ളാഹുവിൻ്റെ പേര് പരാമർശിക്കാതെ അറവ്, ഒരു മൃഗത്തെ അറുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് അറുക്കുക എന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ 3 ഭാഗങ്ങൾ അറുത്ത് അങ്ങനെ അറവ് നിർവഹിക്കലാണ് ഏറ്റവും ശരിയായ രീതി. ഒന്ന്, അതിൻ്റെ ആ രക്തം പ്രവഹിക്കുന്ന പ്രധാനപ്പെട്ട കുഴലാണ്. മറ്റൊന്ന് 2 ഞരമ്പുകളാണ്. ഇത് 3ഉം മുറിച്ച് അറുക്കുക, അതാണ് ഏറ്റവും പരിപൂർണമായ രൂപം. അതിൽ ആ രക്തക്കുഴൽ അത് അറുത്താൽ തന്നെ സംഗതി ശരിയാകും, അറവ് ശരിയാകും. പക്ഷെ പൂർണ്ണമായ രീതി എന്താണ്? ഏറ്റവും നല്ല രീതി എന്താണ്? അത് മാത്രമല്ല, 2 ഞരമ്പുകൾ കൂടി ഇത് 3ഉം മുറിയുന്ന രൂപത്തിൽ അറുക്കലാണ് ഏറ്റവും ശരിയായ അറിവ്. കാരണം അത് ആ മൃഗത്തിന് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അത് പെട്ടെന്ന് ജീവൻ പോകാൻ അത് കാരണമാകും. ആ മൃഗത്തോട് കാണിക്കുന്ന ഇഹ്സാനാണ്, നന്മയാണ്. നിങ്ങൾ നോക്കൂ, മൃഗങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞ് അതിനെ അറുക്കാൻ പാടില്ല, അതിനെ തിന്നരുത് എന്ന് പറയുന്ന ആളുകൾ കാണിച്ചു കൂട്ടുന്ന, അവർ ചെയ്തു വെച്ച അബദ്ധം എത്ര വലുതാണ്! സുബ്ഹാനല്ലാഹ്, ചില മൃഗങ്ങളെ അറുക്കുന്നത് നിരോധിക്കപ്പെട്ട നാടുകളിൽ ആ മൃഗങ്ങളുടെ സ്ഥിതി എന്താണ്? അത് വയസ്സായി, അതിന് പ്രായമേറി, ശരീരത്തിൽ വ്രണങ്ങൾ വന്ന് അത് കാക്കയും മറ്റും കൊത്തിവലിച്ച് അങ്ങേയറ്റം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടാണ് ആ ജന്തുക്കൾ മരിച്ചു പോകുന്നത്. ഇത് ഒരാൾക്കും നിഷേധിക്കാനാകാത്ത സംഗതിയാണ്. കാരണം റബ്ബ് സുബ്ഹാനഹു വ തആല ഹലാലാക്കിയ ഒരു കാര്യം ആളുകൾ ഹറാമാക്കാൻ നിൽക്കുകയും അതാണ് കൂടുതൽ നല്ലത്, അത് മൃഗങ്ങളോട് ചെയ്യുന്ന ക്രൂരതയാണ് എന്ന് പറയുകയും ചെയ്ത് അള്ളാഹു അനുവദിച്ചതിനെ, അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കിയപ്പോൾ എന്തു സംഭവിച്ചു? അള്ളാഹു ഹറാമാക്കിയത് ഹലാലാക്കാൻ പാടില്ല എന്ന് നമുക്കറിയാം, അല്ലേ? അള്ളാഹു ഒരു സംഗതി ഹറാമാക്കിയാൽ ഹലാലാണെന്ന് നമുക്ക് പറയാൻ പാടില്ല. അതുപോലെ ഗൗരവപ്പെട്ടതാണ് എന്ത്? അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുക എന്നത്. എന്നല്ല ചില പണ്ഡിതന്മാർ പറഞ്ഞത്, അതാണ് കൂടുതൽ ഗൗരവപ്പെട്ടത് എന്ന്. കാരണം അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കലും കൂടിയാണ്. അള്ളാഹു ജനങ്ങൾക്ക് നൽകിയ വിശാലത അത് കുടിസാക്കലാണ്. എന്നിട്ട് സംഭവിച്ചത് എന്താണ്? സംഭവിച്ചത് ഈ അവസ്ഥയാണ്. ആ മൃഗങ്ങളോട് വലിയ കരുണയുള്ള ആളുകൾ എന്താണ് ആ മൃഗങ്ങളോട് ചെയ്യുന്നത്? അതിനെ നല്ല പ്രായത്തിൽ അറുത്ത് അതിനോട് റഹ്മത്ത് കാണിക്കാതെ, ആ നന്മ പ്രവർത്തിക്കാതെ അതിനെ ജീവിക്കാൻ വിടുകയാണ്. അവസാനം വ്രണങ്ങൾ വന്ന് ആകെ ബുദ്ധിമുട്ടി പല രോഗങ്ങളും വന്ന് പ്രയാസപ്പെട്ട് ഈ ജന്തു. എന്നാൽ ഇതിനെ ഈ ആളുകൾക്ക് നോക്കാൻ സാധിക്കുമോ? എത്ര കണ്ട് നോക്കും? പെറ്റുപെരുകി എന്താകുന്നു? ആളുകൾക്ക് വഴികളിലൂടെ നടക്കാൻ സാധിക്കാത്ത, വാഹനങ്ങൾ ഓടിക്കാൻ സാധിക്കാത്ത അവസ്ഥ. ഇത് ഇങ്ങനെ പല കാലികളെയും അറുക്കുന്നത് നിയമവിരുദ്ധമാക്കപ്പെട്ട നാടുകളിലെ കാഴ്ചയാണ്. എന്ത് സംഭവിച്ചെന്ന് ചിന്തിച്ചു നോക്കൂ. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ ഒരു കാര്യം ഹലാലാക്കിയിട്ടുണ്ടോ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവന് വെറുപ്പുള്ള കാര്യം ഹറാമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് റബ്ബ് നൽകിയ വിശാലത, അള്ളാഹു നൽകിയ വിശാലത ആരെങ്കിലും കുടിസാക്കാൻ നിന്നാൽ അത് അവന് തന്നെ ബുദ്ധിമുട്ടായി മാറും, അത് അവന് തന്നെ അവസാനം പ്രയാസമായി തീരും. നോക്കൂ, മറ്റൊരു ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇതിനോട് സാദൃശ്യമുള്ള ഹദീസ് തന്നെയാണ്. ഈ ഹദീസിലും മുഹ്സിൻ എന്ന അള്ളാഹുവിന്റെ പേര് വന്നിരിക്കുന്നു. സമുറ ഇബ്നു ജുൻദുബ് റളിയല്ലാഹു അൻഹു എന്ന സഹാബി ഉദ്ധരിക്കുന്ന ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ അസ്സ വജല്ല മുഹ്സിനുൻ ഫഅഹ്സിനൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഹ്സിനാണ്, അവൻ ധാരാളം നന്മകൾ നൽകുന്ന,
ഒരുപാട് അനുഗ്രഹങ്ങളേകുന്ന ഔദാര്യമേകുന്നവനാണ്. ഫഅഹ്സിനൂ, നിങ്ങളും എന്ത് ചെയ്യുക? ഇഹ്സാൻ ചെയ്യുക, നന്മ പ്രവർത്തിക്കുക, നല്ല രൂപത്തിൽ ചെയ്യുക. ഫഇദാ ഖതല അഹദുക്കും ഫൽയുഹ്സിൻ മഖ്തൂലഹ്, എന്തിനെങ്കിലും കൊലപ്പെടുത്തുകയാണെങ്കിൽ അത് നല്ല രൂപത്തിൽ അതിനോട് ഇഹ്സാൻ ചെയ്തുകൊണ്ട് കൊലപ്പെടുത്തുക. വഇദാ ദബഹ ഫൽയുഹിദ്ദ ശഫറതഹ്, അറുക്കുകയാണെങ്കിൽ ആ ജന്തുവിന് അതിനറുക്കാൻ തൻ്റെ കത്തി അവൻ മൂർച്ചയാക്കട്ടെ. വൽയുരിഹ് ദബീഹതഹ്, തൻ്റെ അറവ് മൃഗത്തിന് അവൻ അങ്ങനെ ആശ്വാസമേകട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നോക്കി, 3 ഹദീസുകളിൽ അള്ളാഹുവിൻ്റെ ഈ പേര് മുഹ്സിൻ എന്ന റബ്ബിൻ്റെ പേര് വന്നിരിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ ഇഹ്സാനിൽ, അവൻ നമുക്ക് നൽകിയ നന്മകളിൽ ഏറ്റവും വലുത് ഇസ്ലാമാകുന്ന അനുഗ്രഹമാണ്. അതിനേക്കാൾ വേറെ ഒരു അനുഗ്രഹം ഇല്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു, എൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് സമ്പൂർണ്ണമാക്കി തന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഇസ്ലാമിനെ ദീനായി ഞാൻ തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. ആയത്ത് ശ്രദ്ധിക്കും നിങ്ങൾ. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, നിങ്ങളുടെ ദീൻ അത് എൻ്റെ അനുഗ്രഹമാണ്. അള്ളാഹുവിൻ്റെ നിഅമത്താണത്, ഏറ്റവും വലിയ അനുഗ്രഹം. അള്ളാഹു നിന്നെ മുഅ്മിനാക്കി മുസ്ലിമാക്കി എന്നതാണ്. ആ ഇസ്ലാം നിന്നെ എത്തിക്കുക അള്ളാഹു നൽകുന്ന നന്മകളിൽ ഏറ്റവും വലിയ നന്മ, പരലോകത്തെ നന്മ, സ്വർഗമാകുന്ന ആ നന്മയിലേക്കാണ്. ഈ ദീൻ അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഏറ്റവും വലിയ നന്മയിലേക്ക് ആ ദീൻ മുഖേന അള്ളാഹു സുബ്ഹാനഹു വതആല നിന്നെ എത്തിക്കുന്നു. ആ സ്വർഗത്തിലാകട്ടെ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് നൽകിയ മുഹ്സിനായ മന്നാനായ നിന്റെ റബ്ബിനെ നിനക്ക് കാണാൻ സാധിക്കുന്നു. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. നോക്കൂ, ഈ ദീൻ അള്ളാഹു നമുക്ക് നൽകി എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. കാരണം അത് അള്ളാഹുവിൻ്റെ പരലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹമായ സ്വർഗത്തിലേക്ക് നമ്മെ നയിക്കുന്നു. ഇതെല്ലാം നൽകിയ മുഹ്സിനായ റബ്ബിനെ നീ കാണാതെ നിനക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം നൽകിയ, നീ ചോദിക്കുന്നതിന് മുൻപേ നൽകിയ, നീ ചോദിച്ചത് പലതും നൽകിയ റബ്ബ് സുബ്ഹാനഹു വതആല, അവനെ കാണാനുള്ള ഭാഗ്യം അതിലൂടെ ലഭിക്കുന്നു. അള്ളാഹു നമുക്കത് നൽകുമാറാകട്ടെ. റബ്ബ് സുബ്ഹാനഹു വതആല അവൻ ഏർപ്പെടുത്തിയ നന്മകൾ, അവൻ ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അവൻ ഏകിയ ഖൈറുകൾ, അതിന് കയ്യും കണക്കുമുണ്ടോ? റബ്ബ് പറഞ്ഞു നോക്കൂ നിങ്ങൾ, വസവ്വറക്കും ഫഅഹ്സന സുവറക്കും, അവൻ നിങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്നു. ഫഅഹ്സന സുവറക്കും, അവൻ നിങ്ങളുടെ രൂപം ഏറ്റവും നന്നാക്കിയിരിക്കുന്നു. മനുഷ്യന്റെ രൂപം അത് ഭംഗിയുള്ള, അതീവ ഭംഗിയുള്ള രൂപമാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, നാം മനുഷ്യനെ ഏറ്റവും നല്ല രൂപഘടനയിൽ പടച്ചിരിക്കുന്നു. ചില പണ്ഡിതന്മാർ ആ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം, ചില പണ്ഡിതന്മാർ പറഞ്ഞത് കാണാം, അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും ഭംഗിയുള്ളത് മനുഷ്യനാണ് എന്ന്. യാ സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ രൂപപ്പെടുത്തിയ ഈ അത്ഭുതകരമായ കാര്യം, നമ്മുടെ രൂപം, അതിലേക്കൊന്ന് ചിന്തിച്ചു നോക്കൂ. ഒരാളുടെ മുഖം, ഒരു മനുഷ്യന്റെ മുഖം നമ്മൾ നോക്കിയാൽ നമ്മൾ തിരിച്ചറിയുകയാണ് ഇത് ഇന്നാളാണ്. ഒരൊറ്റ നോട്ടത്തിൽ തിരിച്ചറിയുകയാണ് ഇത് ഇന്നാളാണ്. മുഖത്തെന്തേ ഉള്ളൂ? മുഖത്തെന്താണ് നമുക്ക് കാണാനുള്ളത്? ഒരു ചെറിയ അവയവം, 2 കണ്ണുകൾ, ഒരു മൂക്കുണ്ട്, വായുണ്ട്. ഇങ്ങനെ വിരലെണ്ണാവുന്ന കാര്യങ്ങളാണ് മുഖത്തുള്ളത്, വിരലെണ്ണാവുന്ന കാര്യങ്ങൾ മാത്രം. എന്നാൽ കോടാനുകോടി മനുഷ്യരുടെ മുഖം ഒരുപോലെയല്ല, ഒരാളുടെ മുഖവും മറ്റൊരാളുടെ ഇതുപോലെയല്ല. നിങ്ങൾ ഒരു 4 വസ്തുക്കൾ, അത് പല ജോഡികൾ നമ്മുടെ കയ്യിൽ തന്നു, പല ജോഡികൾ, എന്നിട്ട് പറയുകയാണ് ഇത് നിങ്ങൾ ഈ ജോഡികളെല്ലാം ഓരോ തവണയും വ്യത്യസ്തമായ രൂപത്തിൽ വെക്കണം, ഒന്നും പരസ്പരം സാദൃശ്യം ഉണ്ടാകാൻ പാടില്ല. എത്ര എണ്ണം നമുക്ക് അങ്ങനെ വെക്കാൻ സാധിക്കും? ഒരു 4 സെറ്റ് സാധനങ്ങൾ തന്നാൽ? യാ സുബ്ഹാനല്ലാഹ്, അല്ലാഹു റബ്ബുൽ ആലമീൻ രൂപപ്പെടുത്തിയത് നോക്കൂ നിങ്ങൾ. ഓരോ മനുഷ്യനെയും അയാളെങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അയാളുടെ രൂപം തിരിച്ചറിയാൻ മാത്രം വ്യത്യാസപ്പെട്ടിരിക്കും. കോടാനുകൂടി മനുഷ്യർ അള്ളാഹു അവരെ വ്യത്യസ്ത രൂപങ്ങളിലാക്കിയിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, കഴിഞ്ഞില്ല.
ഈ കാര്യങ്ങൾ പഠിച്ച ആളുകൾ പറയുന്നത് രൂപം മാത്രമല്ല, ഒരാളുടെ ഒരു രക്തത്തുള്ളി, ഒരൊറ്റ രക്തത്തുള്ളി ലഭിച്ചാൽ അതുപോലെ വേറൊരാൾ ഉണ്ടാവുകയില്ല. ഒരു മുടിനാര് ലഭിച്ചാൽ അത് മതി ഒരാളെ തിരിച്ചറിയാൻ. അതുപോലൊന്നും വേറൊരാൾക്കുണ്ടാവുകയില്ല. ഒരാളുടെ ഗന്ധം പോലുള്ളത് വേറൊരാൾക്കുണ്ടാവുകയില്ല. അത്രേ. യാ സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യന്റെ ഗന്ധം പോലെയുള്ള ഒരു ഗന്ധം മറ്റൊരാൾക്കുണ്ടാവുകയില്ല എന്നാണ് പറയപ്പെടുന്നത്. അല്ലാഹു അലം, അല്ലാഹു അക്ബർ. ആലോചിച്ച് നോക്കൂ, എത്ര വലിയ അത്ഭുതമാണ്. റബ്ബ് അവൻ നിങ്ങളെ പടച്ചിരിക്കുന്നു. സവ്വറക്കും ഫഅഹ്സന സുവറക്കും. ഇങ്ങനെ രൂപത്തിൽ അള്ളാഹു നൽകിയ, എങ്ങോട്ട് നോക്കിയാലും റബ്ബ് നൽകിയ അനുഗ്രഹങ്ങൾ, അവൻ ചെയ്തു തന്ന നന്മകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ റബ്ബിൻ്റെ പേരുകളോട് യോജിക്കുന്ന, ആ പേരുകൾ സൂചിപ്പിക്കുന്ന മനോഹരമായ അർത്ഥമെന്തോ അതിനനുസൃതമായ ജീവിതം നയിക്കുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അള്ളാഹുവിൻ്റെ പേരുകൾ അറിയിക്കുന്ന മനോഹരമായ അർത്ഥങ്ങളെന്തോ അതിനോട് യോജിച്ച ജീവിതം നയിക്കുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്ന അല്ലാഹ ജമീൽ ഹിബ്ബുൽ ജമാൽ. അള്ളാഹു ഭംഗിയുള്ളവനാണ്, അവൻ ഭംഗി ഇഷ്ടപ്പെടുന്നു. ഇന്ന അല്ലാഹ വിത്റുൻ യുഹിബ്ബുൽ വിത്ർ. അള്ളാഹു ഏകനാണ്, അവൻ ഒറ്റയാണ്, അവൻ ഒറ്റയാക്കുന്നത് ഇഷ്ടപ്പെടുന്നു. ഇന്ന അല്ലാഹ റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ്. അള്ളാഹു റഫീഖാണ്, അവൻ റിഫ്ഖ് ഇഷ്ടപ്പെടുന്നു, അവൻ സൗമ്യത ഇഷ്ടപ്പെടുന്നു. അള്ളാഹു റിഫ്ഖുള്ളവനാണ്. അതുപോലെയാണിത്. അള്ളാഹു മുഹ്സിനാണ്, അവൻ ഏത് കാര്യത്തിനും അവൻ ഇഹ്സാൻ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. ഖുർആനിൽ അള്ളാഹു പറഞ്ഞു വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. നിങ്ങൾ ഇഹ്സാൻ പ്രവർത്തിക്കുക, നന്മ ചെയ്യുക. അള്ളാഹു അത് മുഹ്സിനുകളെ, നന്മയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹു സ്നേഹിക്കുന്നു. അതിൻ്റെ പ്രതിഫലം എന്താണ്? ഇഹ്സാനിൻ്റെ പ്രതിഫലം എന്താണ്? സൂറത്തു റഹ്മാനിലെ മനോഹരമായ ആയത്ത് നോക്കൂ നിങ്ങൾ. ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മയുടെ പ്രതിഫലം നന്മയല്ലാതെ മറ്റെന്താണ്? നമ്മൾ ചെയ്യേണ്ട കാര്യം കൂടിയാണത്. ഇഹ്സാൻ ഒരാൾ ചെയ്തു തന്നാൽ അതിന് പകരം ഇസാഅത്ത് ചെയ്തുകൂടാ. നന്മ ചെയ്താൽ, ഉപകാരം ചെയ്താൽ അതിന് പകരം ഒരിക്കലും ഉപദ്രവം ചെയ്തുകൂടാ. മറിച്ച് നിന്നെ കൊണ്ട് സാധിക്കുമെങ്കിൽ പകരം ഒരു നന്മ ചെയ്തു കൊടുക്കുക. നിന്നെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല എങ്കിൽ നീ അയാൾക്ക് പകരമായി നന്മ ചെയ്തു എന്ന് തോന്നുവോളം അയാൾക്ക് കൊണ്ട് പ്രാർത്ഥിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ നിനക്ക് ഉപകാരം ചെയ്തു തന്നാൽ, ഒരാളൊരു ഉപകാരം ചെയ്ത് അയാളോട് ജസാഖല്ലാഹു ഖൈറൻ, അള്ളാഹു നിനക്ക് നല്ലത് പ്രതിഫലം നൽകട്ടെ എന്ന് പറഞ്ഞാൽ അവൻ പ്രത്യുപകാരം ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്തിരിക്കുന്നു. നല്ലൊരു കാര്യമാണെന്ത്? ആ ദുആ എന്നത് വലിയ ഉപകാരമാണ്. ദുആ എന്നത് വലിയ ഉപകാരമാണ്. അതുകൊണ്ട് ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട്, നമ്മൾ എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തു കൊടുത്തിട്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞാൽ പ്രത്യുപകാരമാണ് ആവശ്യപ്പെടുന്നത്. മനസ്സിലായില്ലേ? ഒരാൾ കുറച്ച് പൈസ കൊടുത്തിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇതേ പൈസ എനിക്കും തരണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാകും? അതിനേക്കാൾ വലുതാണ് ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ട് എന്താവശ്യപ്പെടുന്നത്? എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് ആവശ്യപ്പെടും. കാരണം ദുആ വലിയ പ്രത്യുപകാരമാണ്. അതുകൊണ്ട് അത് ആവശ്യപ്പെടാതിരിക്കുക. ആവശ്യപ്പെടാതെ ആളുകൾ നിർവഹിക്കട്ടെ, ചെയ്തു കൊടുക്കുക. മനസ്സിലായില്ലേ? അള്ളാഹുവിങ്കൽ പ്രതിഫലമുണ്ട്. നീ ആവശ്യപ്പെടാതെ അയാൾ ദുആ ചെയ്യട്ടെ. ويطعمون الطعام على حبه مسكينا ويتيما وأسيرا إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا. ഭക്ഷണം കൊടുക്കുന്ന, അതിനോട് പ്രിയമുണ്ടായിരിക്കെ തന്നെ അത് പാവങ്ങൾക്ക്, തടവുകാർക്ക്, യതീമിനൊക്കെ നൽകുന്ന ആളുകൾ, ആ മുഅ്മിനുകൾ പറയുമെന്നാണ്, ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടിയാണ്, അവൻ്റെ വജ്ഹിന് വേണ്ടിയാണ് നിങ്ങൾക്ക് നൽകിയത്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ. നിങ്ങളിൽ നിന്നൊരു പ്രതിഫലമോ നന്ദിയോ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഒരാൾ ഉപകാരം ചെയ്തിട്ട് ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ഈ ആയത്തിൽ പറഞ്ഞ സംഗതി ആവുകയില്ല. അപ്പം നിങ്ങളിൽ നിന്നൊരു പ്രതിഫലവും ഒരു നന്ദി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞ മുഅ്മിനുകളുടെ സ്വഭാവമുണ്ടല്ലോ, അതിലുൾപ്പെടുകയില്ല. എന്തു പറഞ്ഞാൽ ഉപകാരം ചെയ്തിട്ട് ദുആ ചെയ്യണം എന്ന് പറഞ്ഞാൽ ദുആ നിസ്സാരമായൊരു സംഗതിയല്ല. ചില ആളുകൾ വിചാരിക്കുന്നത് അത് എന്തോ ഒരു നിസ്സാരമായ കാര്യമാണ്, നിങ്ങൾ ദുആ ചെയ്താൽ മതി, വേറൊന്നും വേണ്ട. ദുആ വലിയ സംഗതിയാണ്. നിനക്ക് വേണ്ടി എന്തെങ്കിലും
മറ്റെന്തെങ്കിലും ഉപകാരം നേർക്കുനേരെ ചെയ്തു തരുന്നതിനേക്കാൾ വലുതാണത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ തൻ്റെ സഹോദരന് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ ചെയ്യുന്ന ദുആ മുസ്തജാബ, ഉത്തരം ലഭിക്കുന്ന ദുആ. ഇൻദ റഅസിഹി മലക്കുൻ, അയാളുടെ തലക്കരികിൽ ഒരു മലക്കുണ്ട്. മലക്ക് എന്താണ് പറയുന്നത്? അമീൻ വലക ബിമിസ്ൽ, നിനക്കതുപോലെ ഉണ്ടാകട്ടെ എന്ന് പറയുന്നതിന് മുമ്പ് ആമീൻ, മലക്ക് എന്ത് പറയുന്നുണ്ട്? ആമീൻ എന്ന് പറയുന്നുണ്ട്. ദുആ സ്വീകരിക്കണം എന്ന് പറയുന്നുണ്ട്. അത് വലിയ കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു, ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. അതുപോലെ റബ്ബ് പറഞ്ഞു, ഇന്നല്ലാഹ മഅല്ലദീന തഖൗ വല്ലദീന ഹും മുഹ്സിനൂൻ. അല്ലാഹു അവനെ സൂക്ഷിക്കുന്നവരുടെ കൂടെയാണ്, അവൻ മുഹ്സിനുകളുടെ കൂടെയാണ്. ഇഹ്സാൻ നോക്കൂ, ഈ ദീനിന്റെ പടവുകളിൽ ഏറ്റവും ഉന്നതമായ പടവാണ് ഇഹ്സാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാം മനുഷ്യന്റെ വേഷത്തിൽ വന്നുകൊണ്ട് ഇസ്ലാം, ഈമാൻ, മൂന്നാമത് ചോദിച്ചതിനെ കുറിച്ചാ ഇഹ്സാൻ. അതാണ് ഏറ്റവും ഉന്നതമായ പദവി. ഇസ്ലാം എന്നത് പ്രാഥമികമായ പടിയാണ്. മനസ്സിലായില്ലേ? താൻ ഷഹാദത്ത് പറഞ്ഞ നിസ്കരിക്കുന്ന ഏതൊരാളും മുസ്ലിമാണ്. അതേസമയം ഒരാൾ ഞാൻ മുഅ്മിനാണ് എന്ന് പറയുമ്പോൾ എന്ത് പറയേണ്ടി വരും? ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് ഞാൻ മുഅ്മിനാണ്. അത് ഏതർത്ഥത്തിലുള്ള മുഅ്മിനാണ്? അത് ഇസ്ലാമിൻ, അത് പ്രാഥമികമായ ഈമാനല്ല, മറിച്ച് അതിന് മുകളിലുള്ളതാണ്. അതിന് മുകളിലുള്ള ഒരു പടിയാണ് എന്ത്? മുഅ്മിൻ എന്ന പടി. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് ഇബ്നു അബി വഖാസ് ഒരാളെ കുറിച്ച് നബി, അയാൾക്ക് താങ്കൾ അങ്ങ് കൊടുക്കണം, ഫഇന്നി അറാഹു മുഅ്മിന, അയാൾ മുഅ്മിനാണ് എന്ന് സഅദ് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുത്തി, ഔ മുസ്ലിമാ, അതല്ല മുസ്ലിമോ. കാരണം മുഅ്മിനാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ നമുക്കറിയില്ല. ഇൻഷാ അല്ലാഹ് എന്ന് കൂട്ടിയാൽ ശരി, ആ പ്രശ്നം കഴിഞ്ഞു. അതേസമയം മുസ്ലിം എന്നത് ഏതൊരാൾക്കും ഉള്ളതാണ്. ഷഹാദത്ത് അംഗീകരിച്ച് നിസ്കരിക്കുന്ന ഏതൊരു മുസ്ലിമിനും ഉള്ളതാണ്. ഇസ്ലാമിൽ പുറത്തു പോകുന്ന കാര്യം വല്ലതും ചെയ്യാത്ത ഏതൊരാൾക്കും ഉള്ളതാണ്. എന്നാൽ മുഅ്മിൻ എന്നത് അതിൻ്റെ മുകളിലുള്ള പടിയാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, ഖാലത്തിൽ അഅറാബു ആമന്ന ഖുൽ ലം തുഅ്മിനു വലാകിൻ ഖൂലു അസ്ലംന വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും. ഗ്രാമീണരായ അറബികൾ അവർ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ മുഅ്മിനുകളാണ്. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ മുഅ്മിനുകളാണെന്ന് പറയണ്ട, ഖുലു അസ്ലംന, മുസ്ലിങ്ങളാണ് ഞങ്ങൾ എന്ന് പറഞ്ഞോളൂ. വലമ്മ യദ്ഖുലുൽ ഈമാനു ഫീ ഖുലൂബിക്കും, ഈമാൻ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് കയറിയിട്ടില്ല. ഇതിനേക്കാൾ മുഅ്മിൻ എന്ന പദവിയേക്കാൾ മുകളിലുള്ള പദവിയാണെന്ത്? മുഹ്സിൻ എന്ന പദവി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ ചോദിച്ചു, എന്താണ് ഇഹ്സാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ്, നീ അല്ലാഹുവിനെ കാണുന്നുണ്ട് എന്നതുപോലെ അവനെ ഇബാദത്ത് ചെയ്യലാണ്. അല്ലാഹു അക്ബർ. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, 7 ആകാശങ്ങൾക്ക് മുകളിൽ, അർശിന് മുകളിലുള്ള നമ്മുടെ റബ്ബിനെ, അവൻ്റെ ഏറ്റവും മഹത്വമുള്ള അവൻ്റെ വജ്ഹ്, അവൻ്റെ അർശിന് ചുറ്റുമുള്ള അവൻ്റെ മലായികത്ത്, ഈ ലോകത്ത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന റബ്ബ്, അവനെ നാം നേർക്കുനേരെ കണ്ണുകൊണ്ട് കണ്ടാൽ എന്തായിരിക്കും നമ്മളുടെ സ്ഥിതി? എങ്ങനെയായിരിക്കും നമ്മൾ അവനെ ഇബാദത്ത് ചെയ്യുക? അതുപോലെ നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്, നീ അവനെ കാണുന്നില്ലെങ്കിൽ അവൻ നിന്നെ കാണുന്നുണ്ട്. ഈ ബോധം, ആ ബോധത്തോടെ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക, അതാണ് ഇഹ്സാൻ എന്ന പദവി. രണ്ടാമതൊരു ഇഹ്സാനുണ്ട്. അതെന്താണ്? സൃഷ്ടികൾക്ക് ചെയ്യുന്ന നന്മകളാണ്, ആളുകൾക്ക് ചെയ്യുന്ന നന്മകൾ. അത് വളരെ ശ്രേഷ്ഠമായ കാര്യമാണ്. ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് നന്മകൾ നമുക്ക് കൊണ്ടുവന്നു തരുന്ന കാര്യമാണെന്ത്? ജനങ്ങൾക്ക് ഉപകാരം. നിന്റെ ശരീരം കൊണ്ടോ, സമ്പത്ത് കൊണ്ടോ, നിന്റെ സ്വാധീനം കൊണ്ടോ, അധികാരം കൊണ്ടോ ആളുകൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ ചെയ്തു കൊടുക്കുക. ഒരു ശുപാർശ പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇശ്ഫഉ തുജറു, നിങ്ങൾ ശുപാർശ പറയാൻ സാധിക്കുമെങ്കിൽ ശുപാർശ പറയുക, തുജറു, പ്രതിഫലം ലഭിക്കും. ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം, ഒരു ജോലിയോ മറ്റോ ലഭിക്കാനുണ്ട്, ഒരു കടയിൽ നമുക്ക് ആ കടയുടെ മുതലാളിയുമായി ബന്ധമുണ്ട്, അയാളൊരു ആവശ്യക്കാരനാണ്, നമ്മൾ അയാൾക്ക് വേണ്ടി ഒരു ശുപാർശ പറഞ്ഞു കൊടുക്കുക, അത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. നേരായ തെറ്റല്ലാത്തൊരു കാര്യത്തിനാണെങ്കിൽ. അതുപോലെ നോക്കൂ, ശരീരം കൊണ്ട് ഉള്ള കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഒരാളെ വാഹനപ്പുറത്ത് കയറാൻ, അയാളുടെ സാധനം അതിന് മുകളിൽ വെച്ചുകെട്ടാൻ സഹായിക്കുന്നത് സദഖയാണ്. നീ നിന്റെ പാത്രത്തിൽ മറ്റൊരാളുടെ തൊട്ടിയിലേക്ക്, ഒരാളുടെ ബക്കറ്റിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് സദഖയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക,
ചെറിയ ചെറിയൊരു ഉപകാരം പോലും. നിന്റെ ആടിനെ ഒന്ന് മറ്റൊരാൾക്ക് ഒരു ദിവസം കൊടുക്കുകയാണ്, എന്തിനു വേണ്ടി? കറന്നിട്ട് പാലെടുക്കാൻ വേണ്ടി. അത് വലിയ സദഖയാണ്. ഇങ്ങനെ ശരീരം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ആളുകൾക്ക് ഉപകാരം ചെയ്യുക എന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അവർക്ക് ലഭിക്കുന്ന സുപ്രധാനമായ ഒരു അനുഗ്രഹമാണ് ഹൃദയവിശാലത ലഭിക്കുമെന്നത്. ഹൃദയം കുടുസാകുമെന്നു തോന്നുന്നുണ്ടോ? മനസ്സിനിടുക്കം ബാധിക്കുന്നുണ്ടോ? പാവങ്ങളായ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിച്ചാൽ അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്താൽ അതുകൊണ്ട് അത് മാറിക്കിട്ടുമെന്നാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഹൃദയ വിശാലത ലഭിക്കുന്ന കാര്യമാണ് അൽ ഇഹ്സാനു ലൽ ഖൽഖ്, സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുക എന്നത്. വനഫഉഹും ബിമാ യുംകിനുഹു മിനൽ മാലി വൽ ജാഹി വൻ നഫഇ ബിൽ ബദനി വഅൻവാഇൽ ഇഹ്സാൻ. സമ്പത്ത് കൊണ്ട്, നിന്റെ സ്വാധീനം ഉപയോഗിച്ച്, ശരീരം കൊണ്ട് അല്ലെങ്കിൽ വിവിധ തലത്തിലുള്ള ഉപകാരങ്ങൾ ആളുകൾക്ക് ചെയ്യുക എന്നത് ഹൃദയ വിശാലത ലഭിക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. ഫഇന്നൽ കരീമൽ മുഹ്സിൻ അശ്റഹുൻ നാസി സദ്റാ. ഉദാരതയുള്ള, പിശുക്കനല്ലാത്ത, നന്മ ചെയ്യുന്ന ഒരുവനുണ്ട്, അവനായിരിക്കും ജനങ്ങളിൽ ഏറ്റവും ഹൃദയവിശാലതയുള്ളവൻ. വഅത്യബുഹും നഫ്സ. അവന്റെ മനസ്സ് അത് ശുദ്ധമായ വിശിഷ്ടമായ മനസ്സായിരിക്കും. വഅൻഅമുഹും ഖൽബ. അവന്റെ ഹൃദയം അനുഗ്രഹങ്ങളിൽ ഉല്ലസിച്ചുകൊണ്ടിരിക്കുന്ന ഹൃദയമായിരിക്കും. നമുക്കറിയാം, അത് ആളുകൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ അള്ളാഹു നമ്മുടെ മനസ്സിലിട്ട് തരുന്നൊരു സന്തോഷം. റബ്ബിനു വേണ്ടി നീ ചെയ്തതാണ് എങ്കിൽ മനസ്സിന് അള്ളാഹു ഒരു സന്തോഷം നൽകും. വാങ്ങിയവനേക്കാളും സന്തോഷം കൊടുത്തവനുണ്ടാവും. മനസ്സിലായില്ലേ? കിട്ടിയവനേക്കാളും സന്തോഷം കൊടുത്തവനായിരിക്കും. ചില കവികൾ പാടിയിട്ടുള്ളതുപോലെ ഉദാരമതികളായ ചിലരുടെ സ്വഭാവം എന്താണ്? ഉദാരത ശീലമാക്കിയ ആളുകളുടെ സ്വഭാവം എന്താണ്? അവൻ ഒരാൾക്ക് വല്ലതും കൊടുത്താൽ പിന്നീടുള്ള അവന്റെ പെരുമാറ്റം കണ്ടാൽ തോന്നും അവൻ ഇങ്ങോട്ട് വാങ്ങിയവനാണ്. കൊടുത്തവനെ പോലെയല്ല അവൻ പെരുമാറുക, മറിച്ച് ഉപകാരം കിട്ടിയവനെ പോലെയാണ് അവൻ പെരുമാറുക. അതല്ലാതെ എന്തോ ഒരു കാര്യം ഞാൻ ചെയ്തു കൊടുത്തു, ഞാനില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു, എന്തായിരിക്കും എൻ്റെ ഒക്കെ സ്ഥിതി, ഈ രൂപത്തിൽ അല്ല ഉപകാരം ചെയ്യുക. മറിച്ച് അവരെന്തോ വാങ്ങിയവരെ പോലെ ആയിരിക്കും അവരുടെ രീതി എന്നാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം തുടരുന്നു, വൽ ബഖീലു അല്ലദീ ലൈസ ഫീഹി ഇഹ്സാനു അദ്യഖുൻ നാസി സദ്റാ. നന്മ ചെയ്യാത്ത പിശുക്കൻ അവനാണ് ജനങ്ങളിൽ ഏറ്റവും കുടുങ്ങിയ നെഞ്ചകമുള്ളവൻ. വഅൻകദുഹും ഐശ. അവന്റെ ജീവിതമായിരിക്കും ഏറ്റവും കുടുങ്ങിയ ജീവിതം. വഅദമുഹും ഗമ്മൻ വഗമ്മ. ഏറ്റവും വേവലാതിയും ടെൻഷനുകളും അവനായിരിക്കും ഉണ്ടാവുക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബുഖാരി മറ്റും ഉദ്ധരിച്ചൊരു ഹദീസ് ഇമാം ഇബ്നുൽ ഖയ്യിം എടുത്തു കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബഖീലിന്റെയും പിശുക്കന്റെയും ഉദാരമതിയുടെയും ഉദാഹരണം ഇരുമ്പിന്റെ വസ്ത്രം ധരിച്ച രണ്ടുപേരെ പോലെയാണ്. ഇരുമ്പിന്റെ ഒരാളുടെ നെഞ്ചിന്റെ മുകൾ ഭാഗം തൊട്ട് മാറിടം വരെ ഉള്ള ഒരു ഇരുമ്പിന്റെ വസ്ത്രം അത് ധരിച്ച ഒരാൾ. ഉദാരമതിയായ ഒരാൾ തൻ്റെ കൈ അത് അയാൾ ചലിപ്പിക്കുമ്പോഴെല്ലാം ഈ വസ്ത്രം അതിനനുസരിച്ച് വിശാലമായി താഴേക്ക് പോകുന്നു. എത്രത്തോളം അയാൾ നടന്നുപോയാൽ, മണലിലൂടെ നടന്നുപോയാൽ വസ്ത്രം അത് താഴെ തട്ടി അയാൾ പോയ അടയാളം മായ്ച്ചു കളയുന്നത്രയും വലുതാകും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു പിശുക്കനാണോ അവൻ തൻ്റെ കൈ ചലിപ്പിക്കാൻ നോക്കുമ്പോഴെല്ലാം ഈ ഇരുമ്പിൻ്റെ വസ്ത്രത്തിൻ്റെ വട്ടക്കണ്ണികൾ അതിൻ്റെ സ്ഥാനത്തേക്ക് മുറുകുകയും അവന് കൈയടക്കാൻ പറ്റാത്ത രൂപത്തിലാവുകയും ചെയ്യും. മനസ്സിലായി? അവൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, അവനിൽ നിന്നൊരു നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല. കൈ കെട്ടിയിട്ടതുപോലെയാണ്. അള്ളാഹു പറയും, വലാ തജ്അൽ യദക മഗ്ലൂലതൻ ഇലാ ഉനുഖിക വലാ തബ്സുത്ഹാ കുല്ലൽ ബസ്ത്. നീ നിന്റെ കൈകൾ കഴുത്തിൽ ബന്ധിക്കരുത്, നീ അത് പരിപൂർണമായി വിശാലമായി നീട്ടിയിട്ടേക്കുകയും ചെയ്യരുത് എന്ന് പറഞ്ഞാൽ ഒരു മധ്യമ നിലപാട് സ്വീകരിക്കുക. വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമ. ഇബാദുർ റഹ്മാൻ, അള്ളാഹുവിൻ്റെ നല്ലവരായ അടിമകൾ, അവർ ചെലവഴിക്കുമ്പോൾ അവർ അമിതവ്യയം ചെയ്യുകയില്ല, അതുപോലെ അവർ പിശുക്കുകയുമില്ല. വകാന ബൈന ദാലിക ഖവാമ. അതിനിടയിലുള്ള നിലപാട് സ്വീകരിക്കുന്നവരായിരിക്കും അവർ. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഉദാഹരണം. അത് ഞാൻ നേരത്തെ വിശദീകരിച്ചു. അതായത് ഇരുമ്പിൻ്റെ വസ്ത്രം ധരിച്ച ആൾ, അയാൾക്ക് കൊടുക്കാൻ സാധിക്കുകയില്ല. പിശുക്കൻ്റെ സ്ഥിതി അതാണ്. അവൻ കൈ ചലിപ്പിക്കാൻ നോക്കുമ്പോഴെല്ലാം ആ ഇരുമ്പിൻ്റെ വസ്ത്രം
അവൻ ഇടുക്കി കളയും. എന്നാൽ ഉദാരമതി അവൻ ചെലവഴിക്കാൻ കൈകൾ നീട്ടുമ്പോഴെല്ലാം ആ വസ്ത്രം അതിനനുസരിച്ച് വിശാലമായി പോകുന്നു. ഇഹ്സാനിൻ്റെ പ്രതിഫലം എന്താണ്? നന്മ ചെയ്താലുള്ള പ്രതിഫലം, ഇഹ്സാനിൻ്റെ പ്രതിഫലം അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു നോക്കൂ നിങ്ങൾ. ലഹും മാ യശാഊന ഇൻദ റബ്ബിഹിം ദാലിക ജസാഉൽ മുഹ്സിനീൻ. അവർക്ക് അവരുടെ റബ്ബിങ്കൽ ഉദ്ദേശിക്കുന്നതെല്ലാം ഉണ്ടായിരിക്കും. ദാലിക ജസാഉൽ മുഹ്സിനീൻ, അതാണ് മുഹ്സിനുകൾക്കുള്ള പ്രതിഫലം. നോക്കൂ, മറ്റൊരു ആയത്തിൽ അള്ളാഹു പറഞ്ഞത് ഫഅതാഹുമുല്ലാഹു സവാബദ് ദുനിയ വഹുസ്ന സവാബിൽ ആഖിറ വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അവർക്ക് അള്ളാഹു ദുനിയാവിൻ്റെ പ്രതിഫലം നൽകി, പരലോകത്തെ നല്ല പ്രതിഫലം നൽകി. വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ, അള്ളാഹു മുഹ്സിനുകളെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് അള്ളാഹുവിനെ കാണുന്നത് പോലെ അവനെ ഇബാദത്ത് ചെയ്യുന്ന, അവനെ നാം കാണുന്നില്ലെങ്കിലും അവൻ നമ്മെ കാണുന്നത് പോലെ ജീവിക്കുന്ന, ജനങ്ങൾക്ക് ഇഹ്സാൻ സാധിക്കുന്നത് പോലെ, എന്നെ കൊണ്ട് സാധിക്കുന്നത് എന്താണോ അതുപോലെ ചെയ്യുന്നവരിൽ നമ്മൾ ഉൾപ്പെടുക. ഇതാണ് പ്രതിഫലം. ദുനിയാവിലും പരലോകത്തും വലിയ പ്രതിഫലമാണ്. ഇഹ്സാനിൻ്റെ വിപരീതം ഇസാഅത്താണ്. മുഹ്സിനിൻ്റെ എതിർഭാഗത്ത് നിൽക്കുന്നവർ മുസീ ആണ്. ഏതുപോലെ ഹസനത്തിൻ്റെ വിപരീതം എന്താണ്? സയ്യിഅത്താണ്. ഹസനത്താണ് നന്മ, സയ്യിഅത്ത് തിന്മയാണ്. ഇഹ്സാൻ അത് നന്മയാണ്, ഇസാഅത്ത് അത് മോശമായി ചെയ്യലാണ്. ഇഹ്സാൻ നല്ല രൂപത്തിൽ പ്രവർത്തിക്കുക, ഇസാഅത്ത് മോശമായി പ്രവർത്തിക്കുക. എവിടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയതെന്തോ അത് സയ്യിഅത്താണ്, തിന്മയാണ്. ഏതിലും, വാക്കിലും പ്രവൃത്തിയിലും ഇടപാടുകളിലും വിശ്വാസങ്ങളിലും എല്ലാം. അതുകൊണ്ട് നന്മയുടെ ആളുകളാവുക. അള്ളാഹു റബ്ബുൽ ആലമീൻ ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അതിമഹത്തായ പേരുകളിൽ രണ്ടാമതായി ഇന്ന് നമ്മൾ വിശദീകരിക്കുന്നത് അദ്ദയ്യാൻ എന്ന അള്ളാഹുവിൻ്റെ പേരാണ്. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽ ഒരു പേരാണ്, ഒരു ഇസ്മാണ് അദ്ദയ്യാൻ. ദയ്യാൻ എന്നത് അള്ളാഹുവിൻ്റെ പേരാണ്. പരിശുദ്ധ ഖുർആനിൽ ഈ പേര് പരാമർശിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ ഈ പേര് വന്നിട്ടുണ്ട്, ദയ്യാൻ എന്ന അള്ളാഹുവിൻ്റെ പേര്. എന്താണ് ഈ പേരിൻ്റെ അർത്ഥം? ദയ്യാൻ എന്നാൽ അൽ മുജാസി, അൽ മുഹാസിബ് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. അഥവാ അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ അടിമകളുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന, അവരെ വിചാരണ ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് ദീൻ എന്നതിന് എന്തുകൂടി അർത്ഥമുണ്ട്? പ്രവർത്തനങ്ങൾക്കുള്ള പ്രതിഫലം അല്ലേ? മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ, അവൻ യൗമുദ്ദീനിൻ്റെ ഉടമസ്ഥനാണ്, അഥവാ പ്രതിഫല നാളിൻ്റെ ഉടമസ്ഥനാണ്. ഖുർആനിൽ മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞു യൗമഇദി യുവഫീഹിമുല്ലാഹു ദീനഹുമുൽ ഹഖ്, യൗമഇദി യുവഫീഹിമുല്ലാഹു ദീനഹുമുൽ ഹഖ്. അള്ളാഹു അന്നേ ദിവസം അവരുടെ യഥാർത്ഥ ദീനത് പൂർത്തിയാക്കി കൊടുക്കും. അന്നേ ദിവസം എന്താണ് അവിടെ ഉദ്ദേശം? ഹിസാബ് പൂർത്തിയാക്കി കൊടുക്കുമെന്നാണ്. അവരുടെ വിചാരണ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. അതാണ് മാലികി യൗമിദ്ദീൻ എന്ന് പറയുന്നത്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ, ദീനിനെ നിഷേധിച്ചവനെ നീ കണ്ടുവോ? അവിടെ പറയപ്പെട്ടിട്ടുള്ള ഒരു അർത്ഥം എന്താണ്? പരലോകം നിഷേധിക്കുന്നവൻ എന്നാണ്. പരലോകം നിഷേധിക്കുന്നവൻ. അപ്പൊ നോക്കൂ, പ്രതിഫലം നൽകുന്ന, വിചാരണ നടത്തുന്നവൻ എന്നാണ് അദ്ദയ്യാൻ എന്ന അള്ളാഹുവിൻ്റെ പേരിൻ്റെ അർത്ഥം. ഈ പേര് വന്നിട്ടുള്ള ഒരു ഹദീസ് ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. നോക്കൂ, മനോഹരമായ ഒരു ഹദീസാണിത്. ഇമാം ബുഖാരി തൻ്റെ അൽ അദബുൽ മുഫ്റദ് എന്ന കിതാബിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. മഹാനായ സഹാബി ജാബിർ ഇബ്നു അബ്ദുല്ലാഹിൽ അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, ശ്രദ്ധിക്കുക. ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ബലഗനി ഹദീസുൻ അൻ റജുലിൻ സമിഅഹു മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരാൾ കേട്ട ഒരു ഹദീസ് കിട്ടി. ജാബിർ റളിയല്ലാഹു അൻഹു ഹദീസ് കേട്ടു, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നേരിട്ട് കേട്ട ആളിൽ നിന്ന് അത് കേൾക്കാൻ ജാബിർ റളിയല്ലാഹു അൻഹു ആഗ്രഹിച്ചു. അപ്പം എന്താ, ഈ സനദ് ഒന്നുകൂടി മുകളിലേക്കെത്തി. മനസ്സിലായില്ലേ? സനദ് അത് ഉയരുമ്പോൾ അത് കൂടുതൽ ശ്രേഷ്ഠമാണ്.
ഇപ്പോൾ ഇമാം ബുഖാരിയുടെ സഹീഹിൽ ധാരാളം ഹദീസുകളുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും ഉന്നതമായ ശ്രേണിയിൽ നിൽക്കുന്ന ഹദീസുകൾ അത് ഇമാം ബുഖാരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ മൂന്ന് ആളുകൾ മാത്രമുള്ള ഹദീസുകളാണ്. സനദ് കൊണ്ട് ഈ അർത്ഥത്തിൽ മുന്നിൽ നിൽക്കുന്ന ഹദീസുകൾ, അതിനൊരു സുലാസിയായ ഹദീസ് എന്ന് പറയും. സുലാസി എന്താ സുലാസി എന്ന് പറഞ്ഞാൽ ബുഖാരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇടയിൽ മൂന്ന് ആളുകൾ, ഒന്ന് സഹാബി ആയിരിക്കും, ഒന്ന് താബിഈ ആയിരിക്കും, ഒന്ന് താബിഈ ആയിരിക്കും. അങ്ങനെയുള്ള ഹദീസുകൾ സഹീഹ് ബുഖാരിയിലുണ്ട്. 16 ഹദീസുകളുണ്ട്. അങ്ങനെ അതിന് ഉയർന്ന സനദ് എന്ന് പറയും. അതിന്റെ മൂല്യം ചെറുതല്ല. അത് കിട്ടാൻ ചിലപ്പോൾ അവരെന്ത് ചെയ്യും, വിദൂരമായ യാത്രകൾ നടത്തിയേക്കും. പ്രായമേറിയ മുന്നേ ജീവിച്ച ആളുകളെ കണ്ട ഒരു ഹദീസ് പഠിച്ച ഒരു ഷെയ്ഖിനെ കാണാൻ അവരെന്ത് ചെയ്യും, വിദൂരമായ യാത്രകൾ നടത്തിയേക്കും. അതിനുള്ള മാതൃകകളിലൊന്നാണ് ഈ ഹദീസ്. അതിനുള്ള ആ പ്രവർത്തനത്തിലുള്ള മാതൃകകളിലൊന്ന് ഈ ഹദീസിലുണ്ട്. കാരണം ജാബിർ ബിൻ അബ്ദുല്ലാഹ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബിമാരിൽ ഒരാളാണ് ജാബിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ പിതാവ് അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നു ഹറാം, അദ്ദേഹം ഉഹദിൽ ഷഹീദായ സഹാബിയാണ്. കുറെ പെൺമക്കളെ വിട്ടേച്ചായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത്. കുറെ കടങ്ങളുണ്ടായിരുന്നു. ഉഹദിൽ അദ്ദേഹം ഷഹീദായി. ജാബിർ പിറ്റേന്ന് വിഷമിച്ചിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ്? ഉപ്പാന്റെ കാര്യം എടുത്ത് പ്രയാസപ്പെട്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ജാബിർ, അള്ളാഹു ഒരാളോടും ഒരു മറയുമില്ലാതെ സംസാരിച്ചിട്ടില്ല. എന്നാൽ നിന്റെ പിതാവിനോട് അള്ളാഹു ഒരു മറയുമില്ലാതെ സംസാരിച്ചിരിക്കുന്നു. ആ സന്തോഷ വാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജാബിർ റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. ഉഹദിൽ കൊല്ലപ്പെട്ട ഷഹീദുകളായ സഹാബിമാരുടെ സ്ഥിതിയാണ്. അള്ളാഹു അവരോട് ചോദിച്ചു, എന്ത് വേണമെന്ന് ചോദിച്ചപ്പോൾ അവരത് പറയുകയാണ്, എന്ത്, തിരിച്ചു പോകണം, എന്നിട്ട് ഒന്നുകൂടി ഷഹീദുകളാകണമെന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഞാൻ ആദ്യമേ വിധിച്ചതാണ് എന്ത്, എൻ്റെ അടിമകൾക്ക് ഒരു മരണമേ ഉള്ളൂ, തിരിച്ചു പോക്കില്ല. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ ലഭിച്ച വിവരം ഞങ്ങൾ വിട്ടേച്ചു വന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ അറിയിക്കണം എന്ന്. അതാണ് പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളിലൂടെ അള്ളാഹു അറിയിച്ചത്. ഈ ശ്രേഷ്ഠതയുള്ള അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു. ഈ അദ്ദേഹത്തിന്റെ പിതാവിന്റെ കടങ്ങൾ, അത് വലിയ കടങ്ങളുണ്ടായിരുന്നു. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു കടക്കാരോടൊക്കെ വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അവരൊന്നും വിട്ടുകൊടുത്തില്ല. അങ്ങനെ അവർക്ക് കടങ്ങൾ വീട്ടാൻ വേണ്ടി കുറച്ച് കാരക്കുകൾ മാത്രമേ ജാബിറിന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ അത് വീട്ടാൻ സമയമായാൽ എന്നെ വിളിക്കണം എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടാൻ സമയമായപ്പോൾ ചെന്നു. അവിടുത്തെ കൈകൾ കൊണ്ട് കാരക്ക കോരിയെടുത്ത് കടക്കാർക്ക് കൊടുക്കാൻ തുടങ്ങി. അത് മതി കടം വീട്ടാൻ. അതുകൊണ്ടാണ് കടം വീട്ടുന്നത്, പണം കൊടുത്തിട്ടല്ല. കൊടുത്ത് വീട്ടിക്കൊണ്ടേയിരുന്നു. എല്ലാവരുടെ കടവും വീടി. അത് കാരക്ക അവിടെ അതുപോലെ ബാക്കിയുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ കാണിച്ചു കൊടുത്തൊരു അത്ഭുത സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്തുകളിൽ ഒന്നാണ്. കടം മുഴുവൻ വീടി. നോക്കൂ, ഈ സഹാബി ജാബിർ ബിൻ അബ്ദുല്ലാഹ് അൽ അൻസാരി അദ്ദേഹം പറയുകയാണ്, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരാൾ കേട്ട ഒരു ഹദീസ് ലഭിച്ചു. ഫഷ്തറൈതു ബഈറൻ, ഞാൻ എന്ത് ചെയ്തു, ഒരു ഒട്ടകത്തെ വാങ്ങി. ശ്രദ്ധിക്കുക, ഒരു ഒട്ടകത്തെ വാങ്ങി. ഫസിർതു ثم شددت عليه رحلي, എന്നിട്ട് അതിന്റെ പുറത്ത് എൻ്റെ ഒട്ടകക്കട്ടിൽ വെച്ചു കെട്ടി. ഫസിർതു ഇലൈഹി ഷഹ്റൻ, ഒരു മാസം സഞ്ചരിച്ച് ഞാൻ എവിടെ ചെന്നു. ഹത്ത ഖദിംതു അലൈഹി ഷാം, ഞാൻ ഷാമിലേക്ക് ചെന്നു. ഫഇദാ അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു, ആരുടെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്? മറ്റൊരു സഹാബി അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ വീട്ടിലേക്കാണ് ചെല്ലുന്നത്. എന്നിട്ട് ഫഖാല ലിൽ ബവാബ്, വാതിൽക്കൽ ഉണ്ടായിരുന്ന ആളോട് ഞാൻ പറഞ്ഞു, ഖുൽ ലഹു ജാബിറുൻ അലൽ ബാബ്, അദ്ദേഹത്തോട് പറയൂ ജാബിർ വന്നിട്ടുണ്ട്, ജാബിർ വാതിൽക്കൽ നിൽക്കുന്നു എന്ന് പറയൂ എന്ന് പറഞ്ഞ് പുറത്തുള്ള ആളെ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞയച്ചു. ഫഖാൽ, അപ്പോൾ ജാബിർ വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ സഹാബിയായ അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് ചോദിച്ചു, ഇബ്നു അബ്ദുല്ലാഹ്, ജാബിർ ബിൻ അബ്ദുല്ലാഹ്, അബ്ദുല്ലാഹിയുടെ മകൻ ജാബിറാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു അതെ. അപ്പോൾ അദ്ദേഹം ഫഖറജ യതഉസു, പെട്ടെന്ന് പുറത്തിറങ്ങി.
വസ്ത്രം ചവിട്ടിയിട്ട് പുറത്തിറങ്ങി എന്ന് പറഞ്ഞാൽ എന്താണോ ഉള്ളത് ആ അവസ്ഥയിൽ വേഗത്തിൽ അദ്ദേഹം പുറത്തിറങ്ങി. ഫഅതനഖനി വഅതനഖ്തുഹു, ഞാൻ അദ്ദേഹത്തെ ആലിംഗനം ചെയ്തു, അദ്ദേഹം എന്നെ ആലിംഗനം ചെയ്തു. യാത്ര കഴിഞ്ഞ് വന്നാൽ സഹാബിമാർ പരസ്പരം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു. അല്ലാത്ത സമയത്ത് അവരുടെ പതിവ് മുസാഫഹത്താണ്, കൈ കൊടുക്കുക എന്നതാണ്. فقلت حديثا بلغني عنك أنك سمعته من رسول الله صلى الله عليه وسلم في القصاص. ഞാൻ വന്നത് എന്തിനാണ്? താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖിസാസിന്റെ കാര്യത്തിൽ, പരലോകത്തെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങൾ തീർക്കുന്ന കാര്യത്തിലുള്ള ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്കൾ കേട്ടതായി എനിക്ക് വിവരം ലഭിച്ചു. ഫഖശീതു അൻ തമൂത ഔ അമൂത ഖബ്ല അൻ അസ്മഅ. അത് ഞാൻ നേരിട്ട് കേൾക്കുന്നതിന് മുമ്പ് നിങ്ങളോ ഞാനോ മരിച്ചു പോകുമെന്ന് ഞാൻ പേടിച്ചു, അതുകൊണ്ടാണ് ഞാൻ വന്നത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ ഹദീസ് ആരംഭിക്കും. അബ്ദുല്ലാഹ് ഇബ്നു ഉനൈസ് റളിയല്ലാഹു അൻഹു ഹദീസ് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുഹ്ശറു നാസു യൗമൽ ഖിയാമത്തി ഉറാതൻ ഗുർലൻ ബുഹ്മൻ. ഖിയാമത്ത് നാളിൽ ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതാണ് ഉറാതൻ, നഗ്നരായി, ഗുർലൻ, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി, ബുഹ്മൻ എന്ന സ്ഥിതിയിൽ. ഇത് കേട്ടപ്പോൾ ഈ ഹദീസ് കേട്ട ആളുകൾ ചോദിച്ചു, ഒമാ ബുഹ്മൻ, എന്താണ് ബുഹ്മൻ എന്ന് പറഞ്ഞാൽ? അഥവാ ജനങ്ങളുടെ സ്ഥിതിയാണ്, ചേലാകർമ്മം ചെയ്തിട്ടില്ല, നഗ്നരാണ്. അതുപോലെ ബുഹ്മൻ എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നാണ് ആ പറഞ്ഞ സ്ഥിതിയുടെ അർത്ഥം, ഐ ലൈസ മഅഹും ഷൈ, അവരുടെ കയ്യിൽ യാതൊന്നുമില്ലാതെ. ഇങ്ങനെ അവർ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. സുമ്മ യുനാദീഹിം, അള്ളാഹു അവർ ഉയർത്തെഴുന്നേൽപ്പിച്ച ശേഷം സുമ്മ യുനാദീഹിം ബിസൗതിൻ യസ്മഉഹു മൻ ബഉദ് കമാ യസ്മഉഹു മൻ ഖറബ്. അള്ളാഹു അവരെ വിളിക്കുന്നതാണ്. എങ്ങനെ വിളിക്കും? ബിസൗതിൻ, ശബ്ദം മുഖേന വിളിക്കുന്നതാണ്. ആ ശബ്ദം അടുത്തുള്ളവർ കേൾക്കുന്നത് പോലെ ദൂരെയുള്ളവർ കേൾക്കും. ഈ ഹദീസിൽ അള്ളാഹുവിൻ്റെ കലാം എന്നാൽ അത് ശബ്ദമുള്ള കലാമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ചില പഴച്ച കക്ഷികൾ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ് എന്ന് പേരിന് പറയും, എന്നിട്ട് പറയും അതെന്ത് കലാമാണ്? ശബ്ദമോ ഹർഫോ ഇല്ലാത്ത, സൗത്തോ ഹർഫോ ഇല്ലാത്ത കലാമാണ്. ഇതിലും നല്ലത് കലാമല്ല എന്ന് പറയില്ലായിരുന്നു. ശബ്ദമില്ലാതെ എങ്ങനെ കലാമുണ്ടാകും? ഹർഫില്ലാതെ എഴുതാൻ സാധിക്കാത്ത കലാം എന്ത് കലാമാണ്? അതിനെങ്ങനെ സംസാരം എന്ന് പറയും? അള്ളാഹുവിൻ്റെ സംസാരം എന്നാൽ അത് സൗത്തും ഹർഫും ഉള്ളതാണ്, അഥവാ ശബ്ദമുള്ളതാണ്. അത് എഴുതാൻ സാധിക്കുന്നതാണ്. മനസ്സിലായില്ലേ? അത് അള്ളാഹുവിൻ്റെ കലാം ജനങ്ങൾ കേൾക്കും. മനസ്സിലായില്ലേ? കലാം ശബ്ദമാണ് കേൾക്കുന്നത്. അത് പിഴച്ച കക്ഷികൾ നിഷേധിച്ചപ്പോൾ അത് സ്ഥാപിച്ചുകൊണ്ട് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ പ്രത്യേകം കിതാബുകൾ പോലും എഴുതിയിട്ടുണ്ട്. എന്ത്? സൗത്താണ്, ഹർഫാണ്. അത് അള്ളാഹുവിന്റെ കലാം എന്നാൽ അത് സൗത്താണ്, ഹർഫാണ്, അതടങ്ങിയതാണ് എന്ന് പറയാൻ. അഥവാ ശബ്ദമുള്ളത് എഴുതാൻ സാധിക്കുന്നതാണ്, അക്ഷരങ്ങൾ ഉള്ളതാണ് എന്ന് സ്ഥാപിക്കാൻ പണ്ഡിതന്മാർ കിതാബുകൾ വരെ എഴുതിയിട്ടുണ്ട്. അതെല്ലാം പിഴച്ച ചിന്താഗതിക്കാരായ ആളുകളുടെ നിഷേധമാണ്. ഏത്? അള്ളാഹുവിൻ്റെ സംസാരം എന്ന് പറഞ്ഞാൽ ശബ്ദമില്ലാത്ത സംസാരമാണ്, അത് ഹർഫില്ലാത്ത സംസാരമാണ്. കാരണം ആ ആളുകൾക്ക് അവരുടെ പൊതുരീതി എന്താണ്? അള്ളാഹുവിൻ്റെ സിഫത്തുകൾ നിഷേധിക്കുക. കലാം എന്ന് പറഞ്ഞാൽ ചിലർ പറഞ്ഞു പടപ്പുകൾക്കല്ലേ സംസാരം, അള്ളാഹുവിന് അങ്ങനെ സംസാരം ഉണ്ടാകാനാണ്. അപ്പോൾ അള്ളാഹുവിനെ പടപ്പുകളോട് സാദൃശ്യപ്പെടുത്തലാവൂലേ? ഇതാണ് ചോദിക്കുന്നത്. പിഴച്ച ചോദ്യമാണ്. അള്ളാഹുവിൻ്റെ സിഫത്തുകളൊന്നും പടപ്പുകളുടെ സിഫത്ത് പോലെയല്ല. അള്ളാഹുവിൻ്റെ വിശേഷണം ഒന്നും പടപ്പുകളുടെ വിശേഷണം പോലെയല്ല. ഒരു വിശേഷണവും, മറിച്ച് അള്ളാഹുവിൻ്റെ സിഫത്ത് അത് ഏറ്റവും മഹത്തരമാണ്, ഏറ്റവും പരിപൂർണമാണ്. പടപ്പുകളുടെ വിശേഷണങ്ങൾ അത് അപൂർണമാണ്, ന്യൂനതകൾ ഉള്ളതാണ്. സംസാരിക്കുകയില്ല എന്നത് അപൂർണതയാണ്, അത് പൂർണ്ണതയല്ല. അതുകൊണ്ടാണ് ബിംബങ്ങളെ കുറിച്ച് അള്ളാഹു അതിൻ്റെ കുറവായി എടുത്തു പറഞ്ഞത്. എന്ത്? സംസാരിക്കൂല. ഇബ്രാഹിം അലൈഹിസ്സലാം അതിന്റെ മുന്നിൽ നിന്ന് ചോദിച്ചില്ലേ, മാലക്കും ലാ തൻതിഖൂൻ, എന്തെങ്കിലും ഉണ്ടാത്തത്? ബിംബങ്ങളുടെ മുന്നിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുകയാണ്, മാലക്കും ലാ തൻതിഖൂൻ, എന്തേ നിങ്ങൾ ഉണ്ടാത്തത്? കാളക്കുട്ടി ആരാധിച്ചവരോട് അള്ളാഹു പറയുകയാണ്,
അവർ കണ്ടില്ലേ അല്ലാ യർജിഉ ഇലൈഹിം ഖൗല, ആ കാളക്കുട്ടി അതിനോടൊന്നും തിരിച്ചു പറയുന്നില്ല എന്ന്. ഈ ന്യൂനത എങ്ങനെ റബ്ബിനെ കുറിച്ച് പറയാൻ സാധിക്കും? അപ്പൊ അത് പിഴച്ച കക്ഷികളുടെ അള്ളാഹുവിനെ കുറിച്ച് ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാദമാണ്. ഈ ഹദീസിൽ നോക്കൂ, ശബ്ദത്തോടെ വിളിക്കും, ആ ശബ്ദം അടുത്തുള്ളവർ കേൾക്കുന്നത് പോലെ ദൂരെ ഉള്ളവരും കേൾക്കും. എന്നിട്ട് അള്ളാഹു പറയുന്ന വാക്കാണ് അനൽ മലിക് അനദ്ദയ്യാൻ. അനൽ മലിക്, ഞാനാണ് യഥാർത്ഥ രാജാവ്. അനദ്ദയ്യാൻ, ഞാനാണ് ദയ്യാൻ. അള്ളാഹുവിൻ്റെ പേരുകളിൽ ഒന്നാണ്. അഥവാ അവൻ പടപ്പുകൾ, അവൻ്റെ അടിമകളെ വിചാരണ ചെയ്യുന്നവനും അവർക്ക് യോജിച്ച പ്രതിഫലം എന്താണോ അവർക്ക് യോജിച്ചത് അത് നൽകുന്നവനുമാണ്. ولا ينبغي لأحد من أهل النار أن يدخل النار وله عند أحد من أهل الجنة حق حتى أقصه منه. سبحان الله. അല്ലാഹു പറയുകയാണ്, നരകാവകാശിയാകുന്ന ഒരുവനും സ്വർഗാവകാശിയായ ഒരാൾ അവനുമായി എന്തെങ്കിലും ഇടപാടുണ്ടെങ്കിൽ അത് തീർത്തിട്ടല്ലാതെ നരകത്തിൽ കടക്കുകയില്ല. ഇനി നോക്കൂ, ولا ينبغي لأحد من أهل الجنة أن يدخل الجنة ولأحد من أهل النار عنده حق حتى أقصه منه. സ്വർഗാവകാശിയായ ഒരാൾ സ്വർഗത്തിൽ കടക്കുകയില്ല. നരകത്തിൽ പോകുന്ന ആരുടെയെങ്കിലും എന്തെങ്കിലും ഹക്ക് ഇവന്റെ പക്കൽ കൊടുക്കാനുണ്ട്, കൊടുത്തിട്ട് അവൻ സ്വർഗത്തിൽ പോകുള്ളൂ. സുബ്ഹാനല്ലാഹ്, നോക്കണം നിങ്ങൾ. അതുകൊണ്ടാണ് മഹ്ശറിൽ സിറാത്ത് പാലം കഴിഞ്ഞാൽ മറ്റൊരു ഖന്തറത്തുണ്ട് എന്ന് ഹദീസുകൾ വന്നിട്ടുള്ളത്. ഖന്തറത്ത് എന്ന വേറൊരു പാലമാണ്. അവിടെ എന്തിനാണ് ആളുകൾ നിർത്തപ്പെടുക? അവിടെ ഹക്കുകൾ പൂർത്തീകരിക്കാനാണ് എല്ലാവർക്കും ഉള്ളത്. അത് പൂർത്തീകരിച്ചിട്ട് മാത്രമേ ആളുകൾ സ്വർഗത്തിൽ കടക്കുകയുള്ളൂ. കാരണം സ്വർഗത്തിൽ തയ്യിബുകളെ വിശിഷ്ടരായവരല്ലാതെ കടക്കുകയില്ല. ഒരു കറയും കൊണ്ട് അങ്ങോട്ട് കയറാൻ കഴിയില്ല, തീർത്തിട്ടേ കയറാൻ സാധിക്കുള്ളൂ. നരകാവകാശികളോട് ഇവൻ അനീതി ചെയ്തിട്ടുള്ളത് എങ്കിൽ പോലും അവർക്ക് ആ ഹക്ക് കൊടുക്കേണ്ടി വരും. എന്താണ് അവർക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവുക? അല്ലാഹു ആലം, റബ്ബിനാണ് അറിയുക. എന്താണ് നരകാവകാശികൾക്ക് അതുകൊണ്ട് കിട്ടുക എന്ന് നമുക്കറിയില്ല, അള്ളാഹുവിനറിയാം. ചിലപ്പോൾ ശിക്ഷയിലുള്ള എന്തെങ്കിലും ഇളവായിരിക്കാം. കാരണം നരകാവകാശികളായ എല്ലാവരുടെയും ശിക്ഷ ഒരുപോലെയല്ല. കാഫറുകളായ ആളുകളുടെ ഇതുപോലും എല്ലാവരുടേതും എന്തല്ല, ഒരുപോലെയല്ല. അവരിൽ ശാശ്വതരാണ് കാഫറുകൾ, ഇസ്ലാം നിഷേധിച്ച് മരിച്ചവർ, ഇസ്ലാമിലായിക്കൊണ്ടല്ലാതെ മരിച്ചവർ, അവർ നരകത്തിൽ ശാശ്വതരാണ്. പക്ഷെ എങ്കിൽ പോലും അവരുടെ ശിക്ഷ പോലും എല്ലാവരുടേതും ഒരുപോലെയല്ല, മറ്റുള്ള തിന്മകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടും. നോക്കൂ, എന്നിട്ട് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹു പറയുന്നതായി, ഏത് ഹക്കാകട്ടെ ഞാൻ അത് പൂർത്തീകരിക്കും. ഹത്തൽ ലത്മ, ഒരു അടിയാണെങ്കിൽ പോലും, ഒരൊറ്റ അടി അടിച്ചതാണെങ്കിൽ പോലും. قال قلنا كيف وإنا نأتي الله عز وجل عراة غرلا بهما. ഞങ്ങൾ ചോദിച്ചു, എങ്ങനെ? കാരണം അള്ളാഹുവിൽ ഞങ്ങൾ എത്തുന്നത് ഒരു വസ്ത്രം പോലും ഇല്ലാതെ, ശേലാകർമ്മം ചെയ്യപ്പെടാതെ, ഒന്നും കയ്യിലില്ലാതെയല്ലേ, പിന്നെ എന്തു കൊടുത്തിട്ടാണ് ഇത് തീർക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിൽ ഹസനാതി വസ്സയ്യാത്ത്, നന്മകളും തിന്മകളും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറിക്കൊണ്ടാണ്. നന്മകൾ ഒരുവൻ മറ്റവരവനെ അതിക്രമിച്ചാൽ അതിൻ്റെ തോതനുസരിച്ച് ഇവൻ ചെയ്ത നന്മ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. നന്മകൾ തീർന്നു പോയാൽ തിന്മകൾ ഇങ്ങോട്ടേക്ക് ചാർത്തപ്പെടും. നസ്അലുല്ലാഹൽ ആഫിയ, അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഇമാം ഹാക്കിമിന്റെ റിവായത്തിൽ ഇത്ര കൂടി കാണാം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്ത് ഓതി, അൽയൗമ തുജ്സാ കുല്ലു നഫ്സിൻ ബിമാ കസബത് ലാ ദുൽമൽ യൗം. ഇന്ന് ഓരോ നഫ്സിനും അവർ ചെയ്തത് പ്രതിഫലം നൽകപ്പെടുന്ന നാളാണ്. ലാ ദുൽമൽ യൗം, ഇന്നൊരനീതിയുമില്ല. ഇത് നടപ്പിലാക്കുന്നവനാണ് ദയ്യാനായ റബ്ബ് സുബ്ഹാനഹു വ തആല. ഇത് മനസ്സിലാക്കിയ ബുദ്ധിയുള്ള ഒരാൾ എന്താണ് ചെയ്യുക? സൂക്ഷിക്കും. ജനങ്ങളുടെ ഒരു ഹക്കും അവൻ്റെ തലയിലായി പോകാതെ, എന്താകട്ടെ, സാമ്പത്തികമോ ശാരീരികമോ എന്താകട്ടെ, ഒരു ഹക്കും ആയി ജനങ്ങൾക്ക് കൊടുക്കാനുള്ളതുമായി മരിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിക്കും. കാരണം പരലോകത്തിൻ്റെ സ്ഥിതി, ونضع الموازين القسط ليوم القيامة فلا تظلم نفس شيئا وإن كان مثقال حبة من خردل أتينا بها وكفى بنا حاسبين. ونضع الموازين القسط ليوم القيامة, قيامة നാളിൽ നീതിയുടെ തുലാസുകൾ നാം സ്ഥാപിക്കും. فلا تظلم نفس شيئا, ഒരാളും അനീതിക്ക് വിധേയനാവുകയില്ല. وإن كان مثقال حبة من خردل, ഒരു കടുകുമണിയുടെ അത്ര തൂക്കമുള്ള കാര്യമാണെങ്കിലും അത്തൈനാ ബിഹാ,
നാം അത് കൊണ്ടുവരും. വഖഫാ ബിനാ ഹാസിബീൻ, വിചാരണ ചെയ്യാൻ നാം തന്നെ ധാരാളമാണ്. ഇതൊരു മുഅ്മിൻ ശ്രദ്ധിക്കും. അതുകൊണ്ടാണ് മുൻഗാമികളിൽ ചിലർ പറഞ്ഞത് അൽ ബിർറു ലാ യബ്ലാ, നന്മ അത് തുരുമ്പെടുത്തു പോവുകയില്ല. അഥവാ അത് അള്ളാഹു എങ്കിൽ ഉണ്ട്, ബാക്കിയുണ്ട്. ആര് മറന്നാലും അള്ളാഹു മറക്കുകയില്ല. ബാക്കി നോക്കൂ നിങ്ങൾ, വൽ ഇസ്മു ലാ യുൻസാ, തിന്മ മറന്നു പോവുകയില്ല, അള്ളാഹു മറക്കുകയില്ല. വദ്ദയ്യാനു ലാ യനാം, ദയ്യാനായ റബ്ബ് അവൻ ഉറങ്ങുകയില്ല. ഫകുൻ കമാ ശിഅത, അതുകൊണ്ട് നീ എങ്ങനെ ജീവിച്ചോ, എങ്ങനെ ജീവിച്ചാലും കമാ തദീനു തുദാൻ, നീ എങ്ങനെയാണോ നിന്റെ നിലപാട് അതിനനുസരിച്ചാണ് നിനക്ക് പ്രതിഫലം നൽകപ്പെടുക. എന്തു ചെയ്തോ നീ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും നിനക്ക് പ്രതിഫലം ലഭിക്കും. കമാ തദീനു തുദാൻ. നോക്കൂ, അൽ ബിർറു ലാ യബ്ലാ, നന്മ അത് തുരുമ്പെടുത്ത് നശിച്ചു പോവുകയില്ല. വൽ ഇസ്മു ലാ, അല്ലെങ്കിൽ അത് ദ്രവിച്ചു പോവുകയില്ല. വൽ ഇസ്മു ലാ യുൻസാ, തിന്മ അത് മറക്കപ്പെടുകയില്ല, അള്ളാഹു മറങ്ങുകയില്ല, അള്ളാഹു മറക്കുകയില്ല. വദ്ദയ്യാനു ലാ യനാം, പ്രതിഫലം നൽകുന്ന വിചാരണ നടത്തുന്നവൻ ആ റബ്ബ് അവൻ ഉറങ്ങുകയില്ല. ഫകുൻ കമാ ശിഅത, നീ ഉദ്ദേശിക്കുന്നത് പോലെ ജീവിച്ചോ, പക്ഷേ കമാ തദീനു തുദാൻ, നീ എങ്ങനെയാണോ അതുപോലെ നിനക്ക് പ്രതിഫലം നൽകപ്പെടും. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിക്കുക. പരലോകത്തെ അള്ളാഹുവിൻ്റെ വിചാരണ അത് എത്രമാത്രം നമ്മൾ ആലോചിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട. റബ്ബ് സുബ്ഹാനഹു വ തആല എന്തുമാത്രം അതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നതിന് ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി. ഒരു കാര്യം എന്താണത്? പരലോകത്തെ വിചാരണയ്ക്ക് വേണ്ടി അള്ളാഹു നേരിട്ട് വരുമെന്ന്. യാ സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അവൻ്റെ മലായിക്കത്തിനെ നിയോഗിച്ചോ, റബ്ബ് അവൻ ഉദ്ദേശിക്കുന്നത് പോലെ പ്രവർത്തിക്കാൻ കഴിയുള്ളവരാണ്. പക്ഷെ പരലോകത്തെ വിചാരണയുടെ കാര്യം എന്താണ്? വജാഅ റബ്ബുക വൽ മലക്കു സഫൻ സഫാ, നിന്റെ റബ്ബ് അവൻ വരുന്നതാണ്, മലക്കുകൾ അണിയണിയായി വരുന്നതാണ്. അള്ളാഹുവിൻ്റെ മജീ, അവൻ്റെ വിശേഷണങ്ങളിലൊന്നാണ് അവൻ വരുമെന്നത്. മനസ്സിലായില്ലേ? യഅതി റബ്ബുക, നിന്റെ റബ്ബ് വരുന്നതാണ്, അവൻ നേരിട്ട് വരിക എന്നത് സുബ്ഹാനല്ലാഹ്, അവൻ അത്രമാത്രം ആ വിചാരണ അത് പരിപൂർണമായ വിചാരണയായി നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടായി പോവുകയില്ല. അതിൻ്റെ ഗൗരവവും ഗാംഭീര്യവും എത്ര വലുതാണ് എന്ന് നമ്മൾ ചിന്തിക്കാൻ അത് ആ ഒരു കാര്യം മാത്രം മതിയാകും. ദയ്യാനായ റബ്ബാണവൻ സുബ്ഹാനഹു വ തആല. അല്ലാഹു അക്ബർ. അവൻ ആ പരലോകത്തെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് എളുപ്പം നൽകുമാറാകട്ടെ. നമ്മുടെ വിചാരണയും മറ്റുള്ള കാര്യങ്ങളും അല്ലാഹു ഏറ്റവും യസീറായ ഹിസാബ് നമുക്ക് നൽകുമാറാകട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم فرج هم المهمومين من المسلمين ونفس كرب المكروبين واقض الدين عن المدينين واشف مرضانا ومرضى المسلمين وارحم موتانا وموتى المسلمين. صلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.